ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി കലഹം, എന്നാ താൻ കേസുകൊടും എന്നീ സിനിമകളുടെ സംവിധായകനെ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നീ ഒറ്റ പേരാണ് എന്നെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയകഥ എന്ന സിനിമയാണ് ആകർഷിച്ചത്. ട്രെയിലർ കണ്ടപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും മൊത്തത്തിൽ കൊടുത്ത കാശ് മുതലായി എന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ റീസൺ ഞാൻ ആദ്യം പറഞ്ഞ പേരാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. ടോപ്പ് ലെവൽ ഡയറക്ഷനാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം മുതലേ ആ ഹാർഡ് വർക്ക്, എഫേർട്ട് എല്ലാം എവിഡൻ്റ് ആണ് ഇതിൽ. ഓരോ സീൻസിലാണെങ്കിലും ഫ്രെയിംസിലാണെങ്കിലും ഈ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ സിനിമ മൊത്തത്തിൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നത്. അതുമാത്രമല്ല, എല്ലാവരും ഈ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എൻജോയ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു പ്യൂർ എക്സ്പെരിമെൻ്റ് ആണ്, ഒരു പ്രത്യേക വൈബ് സിനിമയാണ്. എല്ലാവരും കണക്റ്റ് ആവുന്നില്ലേ, മാജിക്കൽ റിയലിസം ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട്. അത് ആദ്യം മുതൽ ഈ സിനിമ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ലോജിക്ക് നോക്കരുത്, ഒരു പ്രത്യേക മൂഡിലിരുന്ന് കാണേണ്ട സിനിമയാണെന്ന്. ഈ സിനിമയെ വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്ര അധികം പാട്ടുകൾ സിനിമയിലുണ്ട്. അതിനെ വളരെ ഗംഭീരമായി തന്നെ കോറിയോഗ്രഫി ചെയ്ത് ആർട്ടിസ്റ്റിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനെ നല്ല മനോഹരമായിട്ട് ഇതിലെ കോസ്റ്റ്യൂം, സെറ്റ്, മേക്കപ്പ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. നാടകം എന്ന കലയെ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എന്നൊരു ആഗ്രഹം പോലും നമുക്ക് വരും. എഡിറ്റിംഗ് വേറെ ലെവൽ വർക്ക് തന്നെയായിരുന്നു. പഴയ കാലഘട്ടം, പുതിയ കാലഘട്ടം, ഇതിൽ യൂസ് ചെയ്ത ഓരോ ട്രാൻസിഷൻസും എല്ലാം കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബൈ ആകാശ് വിൻസെന്റ്. ഡോൺ വിൻസെന്റിന്റെ മ്യൂസിക് ആണെങ്കിലും പാട്ടുകളൊന്നും ഭയങ്കര റിപ്പീറ്റബിൾ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് ഒത്തുചേർന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഡോൺ വിൻസെന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ബൈ സെബിൻ ഒരു വിഷ്വൽ മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭയങ്കര മനോഹരമായിട്ട് തന്നെ ആ ലോകത്തോട് ഇമേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ പെർഫോമൻസസ്, ഈച്ച് ആൻഡ് എവറി കാസ്റ്റ് വേറെ ലെവൽ നാച്ചുറൽ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി സുധീഷ് ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സുധീഷിനാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. എല്ലാവർക്കും ഈക്വൽ റോളും അസൈൻ ചെയ്ത് ഇതിൽ വരുന്ന ഓരോ ആൾക്കാരും അഴിഞ്ഞായിട്ട് തന്നെയാണ് പോണത്. ഡയലോഗ്സ് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നൈസ് ആണെങ്കിൽ അത് ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻ കഴിവ് തന്നെയാണ്. ഈ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ ലവ് സ്റ്റോറി ഉള്ളൂ. ഈ പുതുമയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിനെ നമ്മളെ വേറിട്ട് നിർത്തുന്നത്. വീണ്ടും പറയാം, എല്ലാവരും കപ്പ് ഓഫ് ടീ ആയിരിക്കണമെന്നില്ല. ഈ ഡിഫറെൻറ്റ് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു നിമിഷം കഴിഞ്ഞ് നമുക്കൊരു ഓവർബോർഡായിട്ട് ഫീൽ ചെയ്തേക്കാം. പിന്നെ ഈ സിനിമ കണ്ട് തീരുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ്നെസ്, ഒരു മിസ്സിംഗ് ഫീലിംഗ് വരും. നമ്മൾ കുറേ കണ്ടു ഈ 2.5 മണിക്കൂർ, പക്ഷെ ഒന്നും കണ്ടില്ല, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരാം. പടം നമ്മൾ തിയേറ്ററിൽ കുറെ എൻജോയ് ചെയ്യും, പക്ഷേ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അധികം ഒന്നും ഓഫർ ചെയ്യാത്തൊരു തോന്നൽ നമുക്ക് കിട്ടും. ഡയറക്ഷൻ, ടെക്നിക്കൽ വർക്ക്, പെർഫോമൻസിൻ്റെ ഒക്കെ ബലത്തിൽ നിൽക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയത്. അതുകൊണ്ട് തന്നെ സ്റ്റോറി ടെല്ലിങ്ങും ഹ്യൂമറും കുറേ നിമിഷങ്ങൾ വീക്കാവണ പോലെ ഒരു ഫീൽ കിട്ടി. ഓവറോൾ ഒരു എബോവ് ആവറേജ് അനുഭവമാണ് മൊത്തത്തിൽ കിട്ടിയത്. രതീഷിന്റെ ഡയറക്ഷനിൽ കൊടുത്ത ഹാർഡ് വർക്കിന് വേണ്ടി കാണാവുന്ന സിനിമ തന്നെയാണ്. നഷ്ടമായെന്ന് ഒരിക്കലും തോന്നൂല.